ADGP MR അജിത് കുമാറിനെതിരായ PV അൻവർ MLAയുടെ പരാതികളിൽ നടക്കുന്ന അന്വേഷണത്തിന്റെ റിപ്പോർട്ട് 3 ദിവസത്തിനുള്ളിൽ സർക്കാരിന് നൽകാനൊരുങ്ങിയ സംസ്ഥാന പോലീസ് മേധാവി. ഇതിനൊപ്പം RSS നേതാക്കളുമായി ADGP നടത്തിയ കൂടിക്കാഴ്ചയിലെ അന്വേഷണത്തിന്റെ റിപ്പോർട്ടും സമർപ്പിച്ചേക്കും. ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്ന് അജിത് കുമാറിനെ നീക്കണോ എന്നതിൽ മുഖ്യമന്ത്രി തീരുമാനമെടുക്കുക. വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന് സേഫ് സൈനുദ്ദീൻ ചേരുന്നുണ്ട്. സേഫ്, ഇന്നലെ ഈ DGPക്ക് മുൻപാകെ നൽകിയ മൊഴികളിലെ വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. സ്വകാര്യ സന്ദർശനമെന്ന് അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ് പുറത്തു വന്നിരുന്നത്. ഇപ്പോൾ ഈ റിപ്പോർട്ട് 3 ദിവസത്തിനുള്ളിൽ കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്ത് പ്രതീക്ഷിക്കണം? ഈ റിപ്പോർട്ട് വരുന്നതിന് പിന്നാലെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP MR അജിത് കുമാറിനെ മാറ്റണമെന്ന് പ്രതീക്ഷിക്കണം രേഷ്മ. അതുണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. സെപ്റ്റംബർ മാസം 2-ാം തീയതിയാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള ഒരു SIT സംസ്ഥാന സർക്കാർ രൂപീകരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ആ രൂപീകരണം ഉണ്ടായത്. PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങൾ പരിശോധിക്കാൻ വേണ്ടിയാണ് ആദ്യം ആ തീരുമാനമെടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് SIT രൂപീകരിക്കുകയും അതിനകത്ത് കുറച്ച് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തുകയും ചെയ്തത്. വിവിധ തരത്തിലുള്ള പരിശോധന ഈ ഉദ്യോഗസ്ഥർ നടത്തി. അത് അൻവറിന്റെ മൊഴി രേഖപ്പെടുത്തി, അജിത് കുമാറിന്റെ മൊഴി സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് രേഖപ്പെടുത്തി. അതുപോലെ തന്നെ സുജിത് ദാസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ചു, മരമുറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ചു, അയൽവാസികളുടെ മൊഴി രേഖപ്പെടുത്തി. അങ്ങനെ ഒരു അന്വേഷണത്തിന്റെ വേഗത്തിലുള്ള പരിശോധന ഈ ഘട്ടത്തിൽ വിവിധ കോണുകളിൽ നടന്നു. മുഖ്യമന്ത്രിയെ ചില സമയങ്ങളിൽ സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് തന്നെ കണ്ട് അന്വേഷണ പുരോഗതി നേരിട്ട് തന്നെ അറിയിക്കുകയും ചെയ്തു. ഒരു റിപ്പോർട്ടിന്റെ സ്വഭാവത്തിലല്ലാതെ തന്നെ അറിയിക്കുകയും ചെയ്തു. അതിനുശേഷം സംസ്ഥാന പോലീസ് മേധാവി തന്നെയാണ് കീഴുദ്യോഗസ്ഥരോട് വിവിധ കാര്യങ്ങൾ പരിശോധിച്ചത്. അതായത് 10ഓളം പരാതികളുടെ പരിശോധന പൂർത്തിയായിട്ടുണ്ട്. അൻവർ ഉന്നയിച്ച് നൽകിയ 10ഓളം പരാതികളുടെ പരിശോധന പൂർത്തിയായിട്ടുണ്ട്. അത് വിവിധ ഉദ്യോഗസ്ഥരുടെ സംസ്ഥാന പോലീസ് മേധാവി തന്നെ നിർദ്ദേശം നൽകി. അത് വേഗത്തിൽ അതിൻ്റെ റിപ്പോർട്ട് കൈമാറണം എന്ന നിർദ്ദേശം നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് ക്രോഡീകരിച്ചുകൊണ്ട് അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുന്ന തിരക്കിലാണ് സംസ്ഥാന പോലീസ് മേധാവിയായ ഷേഖ് ദർവേസ് സാഹിബ്. നാളെ ആണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ, നാളെ രാത്രിയോടുകൂടിയായിരിക്കും മുഖ്യമന്ത്രി കേന്ദ്ര കമ്മിറ്റി യോഗം കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് തിരിച്ചെത്തുന്നത്. നാളെ രാത്രിയോ അല്ലെങ്കിൽ മറ്റന്നാൾ രാവിലെയോ ആ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് എത്തിച്ചേരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അജിത് കുമാർ ആ സ്ഥാനത്ത് തുടരണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി തീരുമാനമെടുക്കുന്നത്. ഇതിനൊപ്പം തന്നെ ഈ PV അൻവർ നൽകിയ പരാതിക്കൊപ്പം തന്നെയാണ് ഇതിനിടയിൽ ഉയർന്നു വന്ന ആരോപണം. RSSന്റെ 2 പ്രധാനപ്പെട്ട നേതാക്കളെ MR അജിത് കുമാർ കണ്ടു എന്നുള്ള ആരോപണം. ആ ആരോപണം പരിശോധിക്കുമെന്ന് ഇടതുമുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെ കൂടി റിപ്പോർട്ട് ഈ അന്വേഷണ റിപ്പോർട്ടിൻ്റെ കൂട്ടത്തിൽ സംസ്ഥാന പോലീസ് മേധാവി നൽകും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അദ്ദേഹം ഈ ഉയർന്നു വന്ന ആരോപണവുമായി ബന്ധപ്പെട്ട ആ കാര്യങ്ങളെല്ലാം നിഷേധിച്ചിരുന്നു. സ്വകാര്യ സന്ദർശനമാണ് എന്നുള്ളതായിരുന്നു പറഞ്ഞത്. ദത്താത്രേയ ഹൊസബാലയെ കണ്ടത് അത് തൻ്റെ സുഹൃത്തായ ജയകുമാർ ക്ഷണിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് തൃശ്ശൂരിൽ വെച്ച് കണ്ടതെന്ന് വിശദീകരണം നൽകി. അതേസമയം തന്നെ റാം മാധവിനെ കോവളത്ത് വെച്ച് കണ്ടതിൽ അതിനകത്തൊരു അസ്വാഭാവികത എവിടെയോ തോന്നുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ മൊഴിയുള്ളത്. താൻ അദ്ദേഹത്തെ ഒരു സ്വകാര്യ ചാനലിൻ്റെ കോൺക്ലേവ് പരിപാടിയിൽ പങ്കെടുക്കാൻ പോയപ്പോൾ താൻ പരിചയപ്പെടുകയായിരുന്നു എന്നാണ് അദ്ദേഹം അങ്ങോട്ട് കയറി പരിചയപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ മൊഴിയിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. അങ്ങനെ ആ റിപ്പോർട്ട് എന്തായാലും 2 ദിവസത്തിനകം മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് എത്തുകയാണ്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ തൊപ്പി തെറിക്കുകയും ചെയ്യും. രേഷ്മ.